കുട്ടികൾക്കെല്ലാം പരീക്ഷാക്കാലമാണ്. അടുത്ത ക്ലാസ്സിലേക്കുള്ള വിജയത്തിന് വേണ്ടിയും പിന്നെ SSLC പരീക്ഷയുടെ വിജയത്തിന് വേണ്ടിയും എല്ലാ കുട്ടികളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഒന്നും ശ്രദ്ധിക്കണം, കുട്ടികളെ യാതൊരു വിധത്തിലും ടെൻഷൻ നൽകണ്ട. പരീക്ഷയ്ക്ക് വേണ്ടി അവർ അടുത്ത കുട്ടിയെപ്പോലെ കണ്ടുപിടിക്കുക, അതേപോലെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറയേണ്ട കാര്യമില്ല. അവർ സ്വയം തന്നെ ബോധത്തോടു കൂടി പ്രിപ്പയർ ചെയ്യട്ടെ. യാതൊരുവിധ ടെൻഷൻ്റെയും ആവശ്യമില്ല. ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയ്ക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പുറകോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം നടക്കുന്ന പരീക്ഷയുടെ സമയമാവും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷയിൽ എത്രയൊക്കെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാലും ആ 2.5 മണിക്കൂറും 3 മണിക്കൂറും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷൻ്റെയും ആവശ്യമില്ല. മാതാപിതാക്കൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായാലും കുട്ടികൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കും ടെൻഷൻ വേണ്ട, മാതാപിതാക്കൾക്കും ടെൻഷൻ വേണ്ട. അപ്പം ഓരോ കാര്യങ്ങളും 1-2 ആവർത്തി വായിക്കുക, അങ്ങനെ അത് മനഃപ്പാഠമാക്കുക. പിന്നെ പരീക്ഷ ഹാളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറിട്ട് ആദ്യം എഴുതുന്നതായിരിക്കും ഉത്തമം. അതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആൻസർ എല്ലാം എഴുതുന്നതിന് സമയം കിട്ടുന്നതാണ്. പിന്നെ ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളത് ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു നോക്കുക. പിന്നെ അവസാനത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ എഴുതിയേക്കുന്നതെല്ലാം ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അത് അനുസരിച്ച് വേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം പിന്നെ എഴുതി പോവുകയാണെങ്കിൽ നമ്മുടെ സമയം ഒട്ടും മോശമല്ലാതെ കളയാതെ നമുക്ക് ആ പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് ടെൻഷനെല്ലാം ഒഴിവായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയെ അഭിമുഖീകരിക്കുക. വിജയം നിങ്ങളോടൊപ്പം തന്നെയാണ്. എല്ലാവർക്കും നല്ല വിജയം കിട്ടുന്നതിന് വേണ്ടി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല പരീക്ഷാക്കാലം ആകട്ടെ. യാതൊരുവിധ കുഴപ്പവുമില്ലാതെ പരീക്ഷയെല്ലാം അഭിമുഖീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.